നമസ്കാരം. ട്രാൻസ്പോർട്ടേഷൻ അഥവാ ഗതാഗതം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിലെയും കേരളത്തിലെയും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഗതാഗത മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. പ്രധാനമായും 4 ഗതാഗത മാർഗങ്ങളാണുള്ളത്. ജലഗതാഗതം, റോഡ്, റെയിൽ, വായു. ഈ 4 ഗതാഗത മാർഗങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലെ ജലഗതാഗതം എന്ന ടോപ്പിക്കാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ഇത്, ജലഗതാഗതം. പിന്നെ ഇതിൽ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാനുള്ളത്, ജലഗതാഗത നിയമം രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2016 മാർച്ച് 25-നാണ്. ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച ഡേറ്റാണ് 2016 മാർച്ച് 25. ആ ജലഗതാഗത നിയമപ്രകാരം, ഈ ആക്ട് പ്രകാരം ഇന്ത്യയിലെ ദേശീയ ജലപാതകളുടെ എണ്ണം 111 എണ്ണമാണ്. ഇന്ത്യയിലെ ആകെ ദേശീയ ജലപാതകൾ 111 എണ്ണമാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജലപാതകൾ, നാഷണൽ വാട്ടർവേസ് NWSനെ കുറിച്ചിട്ടാണ്. അതിൽ പ്രധാനമായിട്ടും നമുക്കൊരു 6 എണ്ണത്തിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. നാഷണൽ വാട്ടർവേ 1, 2, 3, 4, 5, 6 അങ്ങനെ 6 എണ്ണം. അത് ഏത് സ്ഥലം മുതൽ ഏതുവരെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. NW1 നാഷണൽ വാട്ടർവേ 1 കണക്ട് ചെയ്യുന്നത് അലഹബാദ് മുതൽ ഹൽഡിയ വരെയാണ്. ഉത്തർപ്രദേശിലെ അലഹബാദിനെയും വെസ്റ്റ് ബംഗാളിലെ ഹൽഡിയയും കണക്ട് ചെയ്യുന്നതാണ് നാഷണൽ വാട്ടർവേസ് 1. ഇത് ഗംഗാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നാഷണൽ വാട്ടർവേ 2 അസാമിലാണ്, സാദിയ മുതൽ ദുബ്രി വരെ. അത് ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. NW3 നമ്മുടെ കേരളത്തിലാണ്. കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് NW3 നീണ്ടുകിടക്കുന്നത്. ഇത് ആദ്യം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയായിരുന്നു. ഇപ്പോൾ അത് കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. NW3ൻ്റെ വേറൊരു പേരാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW3 ആണ്. ഇനി NW4 ഉണ്ട്. NW4 കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ് ബന്ധിപ്പിക്കുന്നത്. ആന്ധ്രാപ്രദേശിലാണ് കാക്കിനട. ഇനി NW5 ഒഡീഷയിലെ താൽച്ചർ മുതൽ വെസ്റ്റ് ബംഗാളിലെ, പശ്ചിമ ബംഗാളിലെ ദമ്ര വരെയാണ് ബന്ധിപ്പിക്കുന്നത്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW5 ആണ്. ഒഡീഷയിലെ താൽച്ചർ മുതൽ വെസ്റ്റ് ബംഗാളിലെ ദമ്ര വരെ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയാണ് NW5. അതിൻ്റെ വേറൊരു പേരാണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ. ഇനി NW6 ബന്ധിപ്പിക്കുന്നത് അസാമിലാണ്. അസാമിലെ ലക്കിപൂർ മുതൽ ബംഗ വരെയാണ്. ജലഗതാഗതവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 3 സ്ഥാപനങ്ങളാണ് വരുന്നത്. ആദ്യത്തേത് ഉൾനാടൻ ജലഗതാഗതത്തിന് മേൽനോട്ടവും നിയന്ത്രണവും വഹിക്കുന്ന സ്ഥാപനമാണ് IWAI, ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി. അതിൻ്റെ ആസ്ഥാനം ഉത്തർപ്രദേശിലെ നോയിഡയിലാണ്. ഇത് 1986-ലാണ് നിലവിൽ വന്നത്. അടുത്തത് ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ട്, ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നത് നിനി എന്നാണ്. നിനിയുടെ ആസ്ഥാനം ബീഹാറിലെ പാറ്റ്നയിലാണ്. അടുത്ത സ്ഥാപനം സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അത് കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഉൾനാടൻ ജലഗതാഗതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതോറിറ്റി UPയിലെ നോയിഡയിലും, ഇൻസ്റ്റിറ്റ്യൂട്ട് ബീഹാറിലെ പാറ്റ്നയിലും, കോർപ്പറേഷൻ കൊൽക്കത്തയിലുമാണ്. ഇനി കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ദേശീയ ജലപാതകളുടെ എണ്ണം 111 ആണ്. അതിൽ 5 എണ്ണം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യം ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 5 എണ്ണമുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ വാട്ടർവേ ആണ് NW3, കൊല്ലം മുതൽ കോഴിക്കോട് വരെയുള്ളത്. ഇനി കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ആദ്യമായി സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അഷ്ടമുടിക്കായലിലാണ്. 2013-ലാണ് സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യ സോളാർ ഫെറി ബോട്ട് എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ അത് വൈക്കത്തിനും തവണക്കടവിനും ഇടയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറി ബോട്ട് കേരളത്തിലാണ് ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വൈക്കത്തിനും തവണക്കടവിനും ഇടയിലാണ്. അതിൻ്റെ പേരാണ് ആദിത്യ. ഇനി
ആദ്യ വാട്ടർ മെട്രോ ആരംഭിച്ച നഗരം ഏതാണെന്ന് ചോദിച്ചാൽ കൊച്ചിയാണ്. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ ആരംഭിച്ച നഗരം കൊച്ചിയാണ്. 90% ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട്. നമുക്കറിയാം, ജലനിരപ്പിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്നും താഴെ കിടക്കുന്ന പ്രദേശമാണ് കുട്ടനാട്. അതുകൊണ്ട് തന്നെ 90% ജലഗതാഗതത്തെ ആശ്രയിച്ചു ജീവിക്കുന്ന കേരളത്തിലെ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് കുട്ടനാടാണ്. അടുത്തത് ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ മൊത്തം 13 മേജർ തുറമുഖങ്ങളാണുള്ളത്. അതിൽ 12 എണ്ണം പൊതുമേഖലയിലും 1 എണ്ണം സഹകരണ മേഖലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. സഹകരണ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പോർട്ടാണ് എണ്ണൂർ പോർട്ട്. തമിഴ്നാട്ടിലെ എണ്ണൂർ പോർട്ടാണ് സഹകരണ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പോർട്ട്. ഇനി നമുക്കറിയാം, ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. മേജർ തുറമുഖങ്ങൾ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലാണ്. അവിടെ 3 എണ്ണമാണുള്ളത്: ചെന്നൈ, എണ്ണൂർ, തൂത്തുക്കുടി. പക്ഷേ ഏറ്റവും കൂടുതൽ തുറമുഖം മഹാരാഷ്ട്രയിലാണ്. ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്നും അവയുടെ പ്രാധാന്യങ്ങളെക്കുറിച്ചിട്ടും പഠിക്കാം. ആദ്യം ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള തുറമുഖങ്ങൾ നോക്കാം. കിഴക്ക് ഭാഗത്ത് ആദ്യം വരുന്നത് കൊൽക്കത്ത തുറമുഖമാണ്. അത് വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊൽക്കത്ത തുറമുഖത്തിന്റെ പ്രത്യേകത, ഒരേ ഒരു നദീജന്യ തുറമുഖമാണ് കൊൽക്കത്ത തുറമുഖം. കൊൽക്കത്ത പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി റിവറിലാണ്. അതുകൊണ്ട് തന്നെ നദീജന്യ തുറമുഖം എന്ന പേരിൽ അറിയപ്പെടുന്നത് കൊൽക്കത്ത തുറമുഖമാണ്. അതുപോലെ കിഴക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നതും കൊൽക്കത്ത തുറമുഖമാണ്. ഒരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണ്. കൊൽക്കത്ത തുറമുഖത്തിന്റെ പുതിയ പേര് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് എന്നാണ്. ഇനി അടുത്ത പോർട്ടാണ് നമ്മൾ പറയുന്നത് പാരദ്വീപ്. ഒഡീഷയിലാണ് പാരദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കൃത്രിമ ലഗൂണുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അത് പാരദ്വീപ് തുറമുഖം. അടുത്തത് നമ്മൾ പറയുന്നത് വിശാഖപട്ടണം തുറമുഖത്തെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ മേജർ തുറമുഖമാണ് വിശാഖപട്ടണം. ഇതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു പോയിന്റ് പറയാം. ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശിലെ ഗംഗാവരമാണ്. ഏറ്റവും ആഴം കൂടിയ മേജർ തുറമുഖമാണ് വിശാഖപട്ടണം. ഇനി വിശാഖപട്ടണത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരബന്ധിത തുറമുഖമാണ്. ലാൻഡ് ലോക്ക്ഡ് പോർട്ടാണ്, അല്ലെങ്കിൽ കരബന്ധിത തുറമുഖം എന്നറിയപ്പെടുന്നത് വിശാഖപട്ടണം തുറമുഖമാണ്. അതുപോലെ തന്നെ പൂർവ്വതീരരത്നം അല്ലെങ്കിൽ ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം, പൂർവ്വതീരരത്നം അതല്ലെങ്കിൽ ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തുറമുഖമാണ് ഇത്, വിശാഖപട്ടണം. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ചെന്നൈ തുറമുഖത്തെ കുറിച്ചിട്ടാണ്. ചെന്നൈ പോർട്ട് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള തുറമുഖമാണ് ചെന്നൈ പോർട്ട്. അതുപോലെ തന്നെ 1-ാം ലോക മഹായുദ്ധകാലത്ത് ആക്രമണം നേരിടേണ്ടി വന്നിട്ടുള്ള തുറമുഖമാണ് ചെന്നൈ പോർട്ട്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, 1-ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി ആക്രമിച്ച ഇന്ത്യൻ നഗരം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ചെന്നൈ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1-ാം ലോക മഹായുദ്ധകാലത്ത് ആക്രമണം നേരിട്ട ഇന്ത്യൻ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാലും നമുക്ക് ചെന്നൈ തന്നെയാണ് പറയാൻ പറ്റുക. ഇനി അടുത്ത തുറമുഖമാണ് തൂത്തുക്കുടി. തൂത്തുക്കുടി ഒരുപാട് വിശേഷണങ്ങളും ഒരുപാട് പ്രത്യേകതയുള്ള ഒരു തുറമുഖമാണ്. ഇന്ത്യയുടെ മുത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു തുറമുഖമാണ് തൂത്തുക്കുടി. ആ പേരിൽ തന്നെ ഉണ്ട്, തൂത്തുക്കുടി മുത്ത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉപ്പ് കയറ്റുമതി ചെയ്യുന്ന തുറമുഖവും തൂത്തുക്കുടിയാണ്. നമ്മൾ ഉപ്പ് കഴിച്ച് കഴിഞ്ഞാൽ തൂത്തു പറയില്ലേ, വായിൽ ഉപ്പായ, അതാണ്. അപ്പം നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപ്പ് കയറ്റുമതി ചെയ്യുന്നത് തൂത്തുക്കുടിയാണ്. അതുപോലെ തന്നെ തൂത്തുക്കുടി തുറമുഖത്തിൻ്റെ വേറൊരു പേരാണ് വി.ഒ. ചിദംബരം പോർട്ട്. വി.ഒ. ചിദംബരം പിള്ള ആരാണെന്ന് അറിയാം നമുക്ക്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വി.ഒ. ചിദംബരം പിള്ള. അതായത് അദ്ദേഹമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സ്വദേശി കപ്പലായിട്ടുള്ള SS ഗാലിയ ലോഞ്ച് ചെയ്ത വ്യക്തി. അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് കപ്പലോട്ടിയ തമിഴൻ. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് തൂത്തുക്കുടി പോർട്ടിന് നമ്മൾ വി.ഒ. ചിദംബരം പോർട്ട് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത പോർട്ടാണ് എണ്ണൂർ പോർട്ട്, എണ്ണൂർ തുറമുഖം. എണ്ണൂർ തുറമുഖത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനു മുൻപ് തൂത്തുക്കുടി പോർട്ടിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും തെക്കേ അറ്റത്ത് കിടക്കുന്ന തുറമുഖം ഏതാന്ന് ചോദിച്ചാലും അതും തൂത്തുക്കുടി തന്നെയാണ്. ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പോർട്ട്
അല്ലെങ്കിൽ ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖവും തൂത്തുക്കുടിയാണ് കേട്ടോ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് കിടക്കുന്ന പോർട്ടും തൂത്തുക്കുടിയാണ്. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ മേജർ തുറമുഖം ഏതാന്ന് ചോദിച്ചാൽ അതും തൂത്തുക്കുടിയാണ്. അപ്പോൾ ഇത്രയുമാണ് തൂത്തുക്കുടിക്കുള്ള പ്രത്യേകത. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എണ്ണൂർ തുറമുഖത്തെ കുറിച്ചിട്ടാണ്. എണ്ണൂർ തുറമുഖത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിസ്ഥിതി സൗഹാർദ്ദ തുറമുഖം എന്നറിയപ്പെടുന്നതാണ് എണ്ണൂർ തുറമുഖം. പരിസ്ഥിതി സൗഹാർദ്ദ തുറമുഖമാണ്. അതുകൊണ്ട് തന്നെ ഏഷ്യയുടെ എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്ന വിശേഷണവും എണ്ണൂർ തുറമുഖത്തിനുള്ളതാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 13 തുറമുഖങ്ങളിൽ ഒരെണ്ണം കോർപ്പറേറ്റ് മേഖലയിലുള്ളതാണ്. അത് സഹകരണ മേഖലയിലുള്ള തുറമുഖം എണ്ണൂർ പോർട്ടാണ്. കാമരാജർ പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് എണ്ണൂർ പോർട്ടാണ്. അപ്പോൾ എണ്ണൂർ പോർട്ടിൻ്റെ വേറൊരു പേരാണ് കാമരാജർ പോർട്ട്. അപ്പോൾ ഇത്രയുമാണ് എണ്ണൂർ തുറമുഖത്തെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കൊച്ചി തുറമുഖത്തെ കുറിച്ചാണ്. കായലിൽ സ്ഥിതി ചെയ്യുന്ന ഏക തുറമുഖമാണ് കൊച്ചി തുറമുഖം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏക തടാക തുറമുഖം എന്നറിയപ്പെടുന്ന കൊച്ചി തുറമുഖമാണ്. വേമ്പനാട്ട് കായലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റോബർട്ട് ബ്രിസ്റ്റോ. നമുക്കറിയാം ആദ്യം കൊച്ചിയിലായിരുന്നില്ല തുറമുഖം ഉണ്ടായിരുന്നത്, കൊടുങ്ങല്ലൂരായിരുന്നു. പിന്നീട് 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ തുറമുഖം നശിച്ചു പോയതിനു ശേഷമാണ് കൊച്ചി തുറമുഖം രൂപകൽപ്പന ചെയ്തത്. ഇനി ഇത് കമ്മീഷൻ ചെയ്ത വർഷമാണ് 1928. കൊച്ചി പോർട്ട് ട്രസ്റ്റ് വന്ന വർഷം 1964. കൊച്ചി തുറമുഖം കമ്മീഷൻ ചെയ്തത് 1928 കൊച്ചി പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്നത് 1964. അടുത്ത തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ തുറമുഖം. ന്യൂ മാംഗ്ലൂർ തുറമുഖം കർണാടകത്തിലെ ഏക മേജർ തുറമുഖമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു വിശേഷണം കർണാടകത്തിൻ്റെ കവാടം എന്ന പേരിൽ അറിയപ്പെടുന്ന തുറമുഖം ഏതാണെന്നാണ്. കർണാടകത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ തുറമുഖം. അടുത്തതാണ് മർമഗോവ. നമുക്കറിയാം പേരിൽ തന്നെ ഉണ്ട്, ഗോവയിലെ ഏക മേജർ തുറമുഖമാണ് മർമഗോവ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും അധികം ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയിലെ തുറമുഖമാണ് മർമഗോവ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് മുംബൈ തുറമുഖത്തെ കുറിച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അത് മുംബൈ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് മുംബൈ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖവും മുംബൈ തുറമുഖം തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന പേരിൽ അറിയപ്പെടുന്ന തുറമുഖം മുംബൈ തുറമുഖമാണ്. ഏറ്റവും വലിയ തുറമുഖം, ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം, ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നീ വിശേഷണങ്ങൾ അറിയപ്പെടുന്ന തുറമുഖമാണ് മുംബൈ തുറമുഖം. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നവശേവ തുറമുഖത്തെ കുറിച്ചാണ്. നവശേവ പോർട്ട് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ജവഹർലാൽ നെഹ്റു പോർട്ട്. മുംബൈ തുറമുഖത്തിൻ്റെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി നിർമ്മിച്ച കൃത്രിമ തുറമുഖമാണ് നവശേവ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖമാണ് നവശേവ തുറമുഖം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖവും നവശേവയാണ്. ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം നവശേവ തുറമുഖമാണ്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് കാണ്ടില തുറമുഖത്തെ കുറിച്ചാണ്. കാണ്ടില പോർട്ട്. കാണ്ടില സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള തുറമുഖമാണ് കാണ്ടില. ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖമാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖമാണ് കാണ്ടില. അതുപോലെ തന്നെ ആദ്യമായി സെസ് ഏർപ്പെടുത്തിയ തുറമുഖമാണ്. സെസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ, SEZ. ആദ്യമായി സെസ് ഏർപ്പെടുത്തിയ തുറമുഖമാണ് കാണ്ടില. അതുപോലെ തന്നെ സ്വതന്ത്ര വ്യാപാര തുറമുഖം, ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര തുറമുഖവും കാണ്ടിലയാണ്. ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ എന്ന വിശേഷണമുള്ള തുറമുഖമാണ് കാണ്ടില. അതുപോലെ തന്നെ കാണ്ടില തുറമുഖത്തിൻ്റെ പുതിയ പേരാണ് ദീൻ ദയാൽ ഉപാധ്യായ പോർട്ട്. ദീൻ ദയാൽ ഉപാധ്യായ പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് കാണ്ടില തുറമുഖമാണ്. അടുത്തത് പറയാനുള്ളത് ഇന്ത്യയുടെ 13ാമത്തെ മേജർ തുറമുഖമായിട്ടുള്ള പോർട്ട് ബ്ലെയറിനെ കുറിച്ചാണ്. ഏറ്റവും അവസാനം നിലവിൽ വന്ന പോർട്ടാണ് പോർട്ട് ബ്ലെയർ. ഇത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2010 പോർട്ട് ബ്ലെയർ പോർട്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് സ്വകാര്യ തുറമുഖങ്ങളെ കുറിച്ചാണ്. ഇന്ത്യയിൽ 3 സ്വകാര്യ തുറമുഖങ്ങളാണുള്ളത്. ഇതിൽ ആദ്യത്തെ സ്വകാര്യ തുറമുഖമാണ് പിപ്പാവാവ്. അതുപോലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമാണ് മുന്ദ്ര.
ഇത് രണ്ടും ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ തുറമുഖം കൃഷ്ണപട്ടണമാണ്. കൃഷ്ണപട്ടണം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ. ആദ്യത്തെ സ്വകാര്യ തുറമുഖം പിപ്പാവാവ്, ഏറ്റവും വലുത് മുന്ദ്ര, മൂന്നാമത് ഉള്ളത് കൃഷ്ണപട്ടണം തുറമുഖമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് പറയാം. കപ്പലുകളുടെ ശ്മശാനം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ഗുജറാത്തിലെ അലാങ്. ഇന്ത്യയിലെ കപ്പൽ പൊളിക്കൽ ശാലയാണ് ഗുജറാത്തിലെ അലാങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തുറമുഖം എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 1-2 പോയിന്റ് കൂടി പറയാം. ഇപ്പോൾ കേരളത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ തുറമുഖമാണ് വിഴിഞ്ഞം പോർട്ട്. വിഴിഞ്ഞം പോർട്ടിൻ്റെ നിർമ്മാണവുമായി സഹകരിക്കുന്ന കമ്പനിയാണ് അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അതുപോലെ തന്നെ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം ആരംഭിച്ചിട്ടുള്ളത് 2015 മുതലാണ്. 2015 മുതലാണ് വിഴിഞ്ഞം തുറമുഖം നിർമ്മാണം തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിലെ കൊച്ചിയിൽ വല്ലാർപാടത്താണ് ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും പോയിൻ്റാണ് നമുക്ക് പോർട്ടുകൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങൾ എന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി വരുന്ന പോയിന്റുകൾ അതെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്.